ഹലോ ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് കടലമാവ് കൊണ്ട് മുറുക്കുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടലമാവ് എടുക്കാം. ഒരു ഗ്ലാസ് കടലമാവ്, നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് അരിപ്പൊടി ഇടാം. ഇത് പത്തിരി, നൂലപ്പം അതിൻ്റെ പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇത് 1/2 ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഒരു 5-10 ചുള ചെറിയുള്ളി, അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം, എരിവില്ലാത്ത മുളക് പൊടിയാണ്, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, നമുക്കൊരു ഇത്തിരി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കത് അരച്ചെടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് കുഴച്ച് പാകാക്കി എടുക്കാം. പച്ചരി അരച്ചിട്ട് ഇതിലിടാം. അരച്ചാൽ ഭയങ്കര ബലമായിരിക്കും. അരിപ്പൊടി ആകുമ്പോൾ അധികം ബലം ഉണ്ടാവില്ല. എള്ള് വേണമെങ്കിൽ ഇടാം. നമ്മൾ എള്ളിടണില്ല, ഇങ്ങനെ ഉണ്ടാക്കണം. എള്ളിടാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തുള്ളി ഓയിൽ കയ്യിൽ ഒഴിച്ചിട്ട് നന്നായി കയ്യിൽ നിന്ന് വിടാനും പാത്രത്തിൽ നിന്ന് വിടാനായിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കാം. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസാവാൻ പറ്റില്ല, കുറച്ച് ടൈറ്റായിട്ടിരിക്കണം, എന്നാലും നല്ല മയമുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. എടുത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, വഴറ്റി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുറുക്ക് പീച്ചിടാം. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം.
നമ്മുടെ മുരുക്ക് നന്നായി വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ ഇടാം. വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. എള്ള, ജീരക എന്താ വേണ്ടി വെച്ചതിൽ എല്ലാം ഇടാം. ഞാൻ എള്ളൊന്നും ഇട്ടില്ല, എള്ളിടാണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.